2 രൂപ സെസ് വാങ്ങുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട്. ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും എന്തിനാണ്? ഈ നാഷണൽ ഹൈവേന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എത്രയോ കൊല്ലങ്ങളായിട്ട് ആ കോടികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ മാറ്റം നടക്കുന്നുണ്ട്. പക്ഷെ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളില്ലേ, ബേപ്പൂരിൽ എന്ത് ചെയ്തു? അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോഴല്ലേ, ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ട്. 2 വർഷം മുമ്പ് ഒരു വലിയ ബസ്സിന്റെ ഉദ്ഘാടനം നടത്തിയ ഫോട്ടോ ഒക്കെ ജനങ്ങൾ കാണിച്ചിരുന്നു, വീഡിയോ ഒക്കെ ഭയങ്കര സംഭവമായിട്ട്. ആ ബസ് ഉദ്ഘാടനം ചെയ്തതിന്റെ പിറ്റേ ദിവസം ഓടിയെന്ന് പറഞ്ഞു, പിന്നെ കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ മാർഗമില്ല. ഒരൊറ്റ ഗവൺമെന്റ് സ്കൂളുകളുടെ MLA വകയായിട്ട് ഒരു സ്കൂൾ വാഹനം കൊടുത്തില്ല. 23 ബസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നിലമ്പൂരിൽ. റീൽസും വെള്ളം കളിയും അല്ലാതെ പുള്ളി കളിച്ച് സുഖിച്ച് നടക്കുകയാണ്. ജനങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ട് റീലൊക്കെ റിയാലിറ്റീസ് വാട്ട്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഇന്ന് 140 മണ്ഡലങ്ങളിലേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും. ബേപ്പൂരിൽ PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുവാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ PV അൻവർ റിയാസിനെതിരെ ഒരുപടി വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരുന്നത്. അതായത് കൊട്ടിഘോഷിച്ച് 2 വർഷം മുമ്പ് മുഹമ്മദ് റിയാസ് ഒരു ബസിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ കേരളത്തിന്റെ തെരുവീഥികളിലൂടെ ജനം ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന ഒരു ബസ്സാണ് നവകേരള സദസ്സിന് വേണ്ടി ഓടിയ ഒരു ബസ്. ഏതാണ്ട് 1.5 കോടി രൂപ ചിലവിലാണ് ആ ബസ് വാങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താഴെ നിന്നും ബസ്സിലേക്ക് കയറുന്നതിന് വേണ്ടി ലിഫ്റ്റ്, മുഖ്യമന്ത്രിക്ക് റിവോൾവിംഗ് ചെയർ, അതുപോലെ ബസ്സിൽ ബാത്റൂം സൗകര്യം എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങളോട് കൂടിയ ഒരു ബസ് മുഖ്യമന്ത്രിക്കും 20 മന്ത്രിമാർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി ധൂർത്തിന്റെ പര്യായമായി 1.5 കോടി രൂപ ചിലവിൽ വാങ്ങിക്കുകയുണ്ടായി. ബസ് വാങ്ങി ആ ബസ് ചെന്ന ഇടങ്ങളിലെല്ലാം ബസ് പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് അത് പൊളിച്ചു വിൽക്കാൻ വേണ്ടി കൊടുത്തു, പൊളിച്ചു പണിയാൻ വേണ്ടി കൊടുത്തു എന്നൊക്കെയാണ് വാർത്ത കേട്ടത്. എന്നാൽ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ ഇപ്പോൾ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് റിയാസ് വികസനമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് PV അൻവർ പറഞ്ഞത്. നമ്മൾ സാധാരണക്കാരായ ആളുകൾ പെട്രോൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീസൽ വാങ്ങിക്കുമ്പോൾ 2 രൂപ വീതം സെസ് കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാർ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ പാതയുണ്ടാക്കുമ്പോൾ ഈ പാതയിലൂടെ ഓടുന്നതിന് വേണ്ടി സഞ്ചാരയോഗ്യമായ ഏതെങ്കിലും ഒരു ബസ് ഈ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് PV അൻവർ ചോദിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ എന്താണുള്ളത്? മീൻപിടുത്തക്കാർ ആയ സാധാരണക്കാരായ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ബേപ്പൂരിന്റെ തീരപ്രദേശങ്ങളിൽ അവരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉപജീവനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് മന്ത്രി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഒരുക്കി കൊടുത്തത് എന്നാണ് PV അൻവർ ചോദിച്ചത്. ഇന്നിപ്പോൾ ദേശീയപാതയുടെ വികസനം നാടിന്റെ വികസനമായി ചൂണ്ടിക്കാണിക്കുന്ന മുഹമ്മദ് റിയാസ് ഈ പാതയിലൂടെ നടന്നു പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ആർക്കെങ്കിലും ബസ്സിൽ സഞ്ചരിക്കണമെങ്കിൽ ബസ് എവിടെയാണ് എന്നാണ് PV അൻവർ ചോദിച്ചത്. മാത്രമല്ല, ഈ ബേപ്പൂർ മണ്ഡലത്തിലെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും സ്കൂളുകൾക്ക് മുഹമ്മദ് റിയാസിന് ഒരു ബസ് സൗജന്യമായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണല്ലോ. തന്റെ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ താൻ MLA ആയിരുന്ന സന്ദർഭത്തിൽ 21 ബസ്സുകളാണ് വിവിധ സ്കൂളുകൾക്ക് വേണ്ടി താൻ വാങ്ങിക്കൊടുത്തത് എന്നാണ് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ബേപ്പൂരിൽ ഏത് സ്കൂളില് എവിടെയാണ് മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ ഒരു ബസ് വാങ്ങി നൽകിയിരിക്കുന്നത് എന്നാണ് PV അൻവർ ചോദിച്ചത്. ഇനി ബസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണക്കാരുടെ ആശ്രയമായ ആശുപത്രികളിൽ പാരസെറ്റമോൾ അല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഇനി ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്ന ആളുകളുടെ വയറ്റിൽ കത്രിക വെച്ച് കെട്ടിത്തുന്നി വിടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഭീതി കൊണ്ട്, രോഗം കൊണ്ട് അവശരായ ആളുകൾ വരെ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇത് എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. സാധാരണക്കാരുടെ മക്കൾക്ക് പ്രസവിക്കുന്നതിന് വേണ്ടി പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുഹമ്മദ് റിയാസിന് സാധിച്ചിട്ടില്ല. മന്ത്രി എന്ന രീതിയിൽ പിന്നീട് ബേപ്പൂരിൽ എന്തൊക്കെ വികസന പ്രവർത്തനമാണ് ആൾ ചെയ്തിരിക്കുന്നത്? ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെമ്പാടും ദേശീയപാത വികസിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലും അതിന്റെ വികസനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരള സർക്കാർ ഇതിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അമ്മായിയപ്പനും മരുമകനും ഒരു മറുപടി തന്നെയാണ്. മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ ദേശീയപാതയുടെ വിവിധ ഇടങ്ങളിൽ
ദേശീയപാത നിർമ്മാണ സന്ദർഭങ്ങളിലെല്ലാം തകർന്നു വീഴുന്നൊരു കാഴ്ചയുണ്ടായി. അപ്പോൾ ഈ പാതയുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, അത് കേന്ദ്രത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തള്ളിപ്പറഞ്ഞ മന്ത്രിമാരാണ് അമ്മായിയപ്പനായ മുഖ്യമന്ത്രിയും മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും എന്ന് മുഹമ്മദ് റിയാസിനെ കുറിച്ച് PV അൻവർ തുറന്നടിക്കുകയുണ്ടായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലാണ് PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 2 വർഷം മുമ്പ് ഒരു വലിയ ബസ്സിന്റെ ഉദ്ഘാടനം നടത്തിയ ഫോട്ടോ ഒക്കെ ജനങ്ങൾ കാണിച്ചിരുന്നു, വീഡിയോ ഒക്കെ ഭയങ്കര സംഭവമായിട്ട്. ആ ബസ് ഉദ്ഘാടനം ചെയ്തതിന്റെ പിറ്റേ ദിവസം ഓടിയെന്ന് പറഞ്ഞു, പിന്നെ കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ മാർഗമില്ല. ഒരൊറ്റ ഗവൺമെന്റ് സ്കൂളുകളുടെ MLA വകയായിട്ട് ഒരു സ്കൂൾ വാഹനം കൊടുത്തില്ല. 23 ബസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നിലമ്പൂരിൽ. റീൽസും വെള്ളം കളിയും അല്ലാതെ പുള്ളി കളിച്ച് സുഖിച്ച് നടക്കുകയാണ്. ജനങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ട് റീൽ ഓക്കെ, റിയാലിറ്റി ഈസ് വാട്ട്. മണ്ഡലത്തിലും സംസ്ഥാനത്തും ഒക്കെ നടത്തിയ ഈ പാല നിർമ്മാണം, റോഡ് നിർമ്മാണം അടക്കം ഉയർത്തിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസ് ജനങ്ങളെ കാണുന്നത്, വോട്ടർമാരെ കാണുന്നത്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അല്ല, അതൊക്കെ സ്വാഭാവികം. ഇഷ്ടംപോലെ റോഡും പാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അത് ലോകം മുഴുവൻ നടക്കുന്ന, ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഡെവലപ്മെന്റാണ്. 2 രൂപ സെസ് വാങ്ങുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട്. ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും എന്തിനാണ്? ഈ നാഷണൽ ഹൈവേന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എത്രയോ കൊല്ലങ്ങളായിട്ട് ആ കോടികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ മാറ്റം നടക്കുന്നുണ്ട്. പക്ഷെ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളില്ലേ, ബേപ്പൂരിൽ എന്ത് ചെയ്തു? അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോഴല്ലേ, ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ട്. അത് ജനങ്ങൾ സ്വീകരിക്കും. എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള കണക്കെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അല്ല, അത് അവർ കണക്കെടുക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും കണക്കെടുക്കുന്നുണ്ട്? നമ്മൾ എത്ര വോട്ട് കിട്ടും? നമ്മൾ കണക്കിന്റെ കാര്യം നമുക്ക് ലാസ്റ്റിൽ പറയാം. നല്ല വോട്ടിന് വിജയിക്കും ഞാൻ പറഞ്ഞില്ലേ. ഈ നിലമ്പൂരിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തേക്ക് സ്വത്ത് കൂടിയോ കുറഞ്ഞോ? എങ്ങനെയാണ് ഈ പത്രികാ സമർപ്പണത്തിന്? അല്ല, അത് വക്കീൽമാരാ ചെയ്തിട്ടില്ല, അത് പരിശോധിക്കണം. സ്വത്ത് എന്തായാലും കൂടിയിട്ടുണ്ടാവും. 5 വർഷം മുമ്പുള്ള ഭൂമിയുടെ വിലയല്ലല്ലോ. ഇവരിതിന്റെ പ്രതീകമാണ് ഞാൻ ഈ പറഞ്ഞ കുടിവെള്ളം, ഈ ആരോഗ്യ പ്രശ്നം, അമ്മയും കുഞ്ഞും, വിദ്യാർത്ഥിനി, ഫിഷർമാൻ. അത് പ്രതീകാത്മകമായിട്ട് നമ്മൾ പറയണ്ടേ.